ഒരു സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഈ മാസം അനുഭവപ്പെടുക. ഗുണവും ദോഷവും കലർന്ന ഒരു മാസമാണിത്. ഒരു വശത്ത് പുതിയ തുടക്കങ്ങളും മറുവശത്ത് എന്നാൽ അതോടൊപ്പം തന്നെ ചില കടുത്ത വെല്ലുവിളികളും നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. തൊഴിൽ പുരോഗതി. കരിയറിൽ വലിയൊരു വഴിത്തിരിവിന് സാധ്യത കാണുന്നു. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാൻ ചിലപ്പോൾ സാഹചര്യം വന്നു ചേരുന്നതാണ്. എന്നാൽ ശത്രുശല്യം പോലെയുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാം. ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ ഒക്കെ നിങ്ങളെ തളർത്തുവാൻ ശ്രമിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ചില ശത്രുക്കളെ ഈ മാസം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ആരോഗ്യവും ചെലവുമൊക്കെ. അമിത ജോലിഭാരം കാരണം കടുത്ത തലവേദനയോ ഉറക്കക്കുറവോ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതോടൊപ്പം അപ്രതീക്ഷിതമായ ചില ചിലവുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വന്നെത്തുന്ന അവസരങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ വിദ്യാഭ്യാസം, അതോടൊപ്പം മത്സര പരീക്ഷകൾ, വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ മികച്ച വിജയവും അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുവാൻ അനുകൂലമായ സമയമാണിത്. ഇനി പദവികളും അംഗീകാരങ്ങളും. മേലധികാരികളിൽ നിന്ന് പ്രശംസയോ അല്ലെങ്കിൽ ഓഫീസിൽ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഉയർന്ന പദവികളോ ഒക്കെ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യതയുണ്ട്. ഇനി വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ മനസ്സിന് സമാധാനം തരുന്ന ആത്മീയ യാത്രകൾക്കോ ഉള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. ഇനി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വന്നാൽ സാമ്പത്തികമായ ആസൂത്രണം ചെയ്യുവാൻ പറ്റിയൊരു സമയമാണിത്. പണം വരാൻ സാധ്യതയുള്ള മാസമാണെങ്കിലും അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാൻ മുൻകൂട്ടി ബഡ്ജറ്റ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി മാനസികമായ ആരോഗ്യം. അമിതമായ ഉത്കണ്ഠയും സ്ട്രെസ്സും മാറ്റുവാൻ ദിവസവും കുറച്ച് സമയം ധ്യാനമോ അല്ലെങ്കിൽ പ്രഭാത സവാരിയോ അല്ലെങ്കിൽ നിങ്ങൾ വ്യായാമങ്ങളോ മറ്റോ ശീലമാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി പങ്കാളിയോട് സംവാദം. കുടുംബജീവിതത്തിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഈ മാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് വന്നാൽ ബിസിനസ്സിൽ ഉള്ള എടുത്തുചാട്ടം. മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശമില്ലാതെ വലിയ തുകകൾ പുതിയ ബിസിനസ്സിലോ പ്രോപ്പർട്ടിയിലോ ഇൻവെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കരുത്. അത് ചിലപ്പോൾ ചില നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇനി അനാവശ്യമായ തർക്കങ്ങൾ. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ടും അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് ദോഷം ചെയ്തേക്കാം. ഒരുപക്ഷെ ശത്രുക്കൾ ഇത് നിങ്ങൾക്കെതിരെ ആയുധമാക്കി ഉപയോഗിക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഇനി യാത്രകളിലെ അശ്രദ്ധ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിങ്ങിലും അത് പോലെയുള്ള കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും അശ്രദ്ധ കാണിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ദൂരയാത്രയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം ഒതുക്കി ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് ഇട്ടതിന് ശേഷം നിങ്ങൾ അല്പനേരം ഉറങ്ങിയതിന് ശേഷം യാത്ര തുടരുക.